നയൻറ്റീസ് കിഡ്സ് 90s കിഡ്സ് എന്ന് പറയാൻ കാരണമുണ്ട്. മെജോറിറ്റി ഓഫ് 90s കിഡ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ലൈഫിലെ നെക്സ്റ്റ് എന്ത് എന്ന് തന്നെയാണ്. പാഷൻ്റെ പുറകെ പോകണോ അതോ കിട്ടിയ ലൈഫിൻ്റെ പുറകിൽ പോകണോ? പാഷൻ്റെ പുറകിൽ പോയാൽ ലൈഫ് പോകുമോ എന്ന ഭയവും, കിട്ടിയ ലൈഫിൻ്റെ പുറകിൽ പോയി പാഷൻ കളഞ്ഞു എന്ന സങ്കടവും കൊണ്ട് നടക്കുന്ന ഒരു മെജോറിറ്റി ആൾക്കാരുള്ള ഒരു ലൈഫാണ് 90s കിഡ്സിൻ്റെ. അങ്ങനെയുള്ളൊരു 90s കിഡ്സിൻ്റെ ലൈഫാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ഓഫീസിൽ പോണ്ടേ? നിന്നോടാ ഓഫീസിൽ പോണ്ടേ? പോണം. ഒരു മിനിറ്റ്. ലാസ്റ്റ് ക്ലൈമാക്സ് സൂപ്പർ ആയിട്ടുണ്ട്. നായകന്റെ അവസാനം ഒരു സൂപ്പർ ട്വിസ്റ്റ് ഉണ്ട്. അത് അയ്യോ എല്ലാം ഉണ്ടല്ലേ ഈശ്വര കറക്റ്റാണേ. അമ്മാ, ഞാനൊരു പ്രൊഡ്യൂസറിനെ കണ്ടേ വരത്തോളേ. നീ എന്തോ ചെയ്. അയ്യോ, പ്രൊഡ്യൂസർ നേരത്തെ വന്നാ 3:30 3:00 വന്നിരിക്കുന്ന. അരെന്താ ഇന്ന് സ്ക്രിപ്റ്റ് പറയുന്നു, അഡ്വാൻസ് 2-3 ഏക്കറൊക്കെ ആണെങ്കിൽ ഞാൻ വരാം. നീ വെറുതെ 30-40 സെന്റൊക്കെ എന്തിനാ എന്നെ വിളിക്കുന്നത്? ജോർജിനെ വിളിക്കുക, അതല്ലേ ഞാൻ പറഞ്ഞത്. വെറുതെ ഇടന്ന് വിളിക്കാതെ ഇങ്ങനെ. ആ ജോർജിനെ വിളിച്ച് അയാൾ സെറ്റിൽ ചെയ്യും. ഞാൻ വരേണ്ട കാര്യമില്ല. ഞാൻ ഇത്തിരി തിരക്കില്ല. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. അരവിന്ദല്ലേ? ഇരിക്കും. ഓക്കെ സാർ. അരവിന്ദ, ആ സ്റ്റോറിയുടെ ഔട്ട്ലൈൻ ഞാൻ വായിച്ചു. ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ കഥയില്ലേ, അതൊന്ന് മൊത്തത്തിൽ എലാബറേറ്റ് ചെയ്ത് പറയാൻ പറ്റും. എങ്കിലും എനിക്ക് അതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടൊരു പിക്ചർ കിട്ടും. പറയാം സാർ. പെട്ടെന്ന് പറയണേ. ദൈവമേ സാർ, ഈ സ്റ്റോറിയിൽ 2 ഘട്ടങ്ങളിലാണ് കഥ നീങ്ങുന്നത്. ഓക്കെ. ആദ്യ ഭാഗം നായകൻ ചെയ്യുന്ന തെറ്റുകളാണ്. അപ്പോൾ 2ാം ഭാഗത്തിൽ എന്തിനാണ് ഈ തെറ്റുകൾ ചെയ്യുന്നുള്ള കാരണങ്ങൾ. ഇതാണ് ഈ സ്റ്റോറിയുടെ സ്ട്രക്ചർ. ഇനി നമുക്ക് സ്ക്രിപ്റ്റിലോട്ട് പോകാം. ഓക്കെ. സ്ക്രിപ്റ്റിലോട്ട് വരുമ്പോൾ ഒരു ഉൾക്കാട്, ഈ കാട്ടിലോട്ട് ഇങ്ങനെ മേളിൽ ഏരിയൽ ഷോട്ടിൽ ഇങ്ങനെ ക്യാമറ ഇങ്ങനെ
ഇനിയും അഴുത് തേമ്പാതെ. എടാ ബാത്റൂമിൽ കയറിയിട്ട് എത്ര നേരമായി? അതിനിപ്പോൾ എന്ത്? എടാ നമ്മുടെ ബിന്ദുവിന്റെ കല്യാണം, ഞാൻ അവിടെ പോവും. 2 ദിവസം ഞാൻ അവിടെ ആയിരിക്കും. കഴിക്കാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പിന്നെ നാളെയും മറ്റന്നാളും കഴിക്കാൻ അവിടെ വന്നാൽ മതി. ആ ശരി. ആ കഴിച്ച വേസ്റ്റ് നീ എവിടെ കൊണ്ടിടും? ബാങ്കിൽ കൊണ്ടിടും. ആ എന്നാ അതാ നല്ലത്. അമ്മയും കളത്തണം. നമുക്കെല്ലാവർക്കും കാണും, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് സ്ട്രൈക്ക് ആവുന്ന ഒരു ഐഡിയ. ഇത് കൊള്ളാലോ, ചെയ്യാൻ എളുപ്പമാണ്. 75K ലൈക്കും ഉണ്ട്. കൊള്ളാലോ സാധനം. ഇതുപോലൊന്ന് ചെയ്താലോ? ഡിസ്ലൈക്ക്. എന്തൊരു പുല്ല് നടക്കില്ല. ഹലോ. ഹലോ, ഇത് അരവിന്ദ് അല്ലേ? അതെ. ARS പ്രൊഡക്ഷനിൽ നിന്ന് വിളിക്കുകയാണേ. കൺഗ്രാറ്റ്സ്, നിങ്ങളുടെ ഷോർട്ട് ഫിലിം സെലക്ട് ചെയ്തിട്ടുണ്ട്. പറയൂ മാം. ഓഫീസ് വരെ ഒന്ന് വരാൻ പറ്റുമോ? പ്രൊഡ്യൂസർ ഒന്ന് മീറ്റ് ചെയ്യാൻ. ഷോ മാം. എപ്പോൾ വരണം മാഡം? ഈവനിങ് ഒരു 4:30 കഴിഞ്ഞ് മതി. യെസ് മാഡം, ഞാൻ എത്താം മാഡം.
நான் வீழ்வேன் என்று நினைத்தாயோ? ആ മാഡം, ഞാൻ ഇറങ്ങി മാഡം. സോറി അരവിന്ദ്, വെരി സോറി. നമ്പർ മാറിപ്പോയത്. എന്തോ മാഡം? ഞങ്ങൾ ഉദ്ദേശിച്ച അരവിന്ദ് നിങ്ങളല്ല. ഐ എം വെരി സോറി. ഓക്കെ മാഡം. ഹലോ സർ, വി ആർ കോളിംഗ് ഫ്രം ബജാജ് ഫിനാൻസ്. താങ്കളുടെ നമ്പറിൽ ഒരു 1 lakh ഫ്രീ ലോൺ പാസ് ആയിട്ടുണ്ട്. ഹലോ, ഇത് അരവിന്ദ് സാറല്ലേ? അരവിന്ദ് ചത്തുപോയി. ഹലോ, എങ്ങനെയാ സർ? ആട്ടുമ്പോൾ പൊട്ടിയിട്ട്. ഹലോ സർ, നേരത്ത് എടാ കഴിക്കാൻ വരുന്നില്ലേ? ഞാൻ വരാം അമ്മ. എന്താടാ? ഏയ് ഒന്നുമില്ല. പറയടാ. ഒരു പ്രൊഡ്യൂസർ വിളിക്കുമെന്ന് അറിയില്ലേ? ആ, അവർ വിളിച്ചിരുന്നു. എന്നിട്ട് നമ്പർ മാറി വിളിച്ചെന്ന് പറഞ്ഞ്. ഞാനിതില്ല മതിയേക്കാൻ പോകാം. സിനിമയൊന്നും നമുക്ക് ശരിയാവില്ല. ഒന്നും ശരിയാവില്ല അമ്മ. എവിടെ പോയാലും മണ്ടനാവുന്നല്ലാതെ വേറൊരു കാര്യവും ശരിയാവുന്നില്ല. എന്തായാലും നീ കഴിക്കാൻ വാ. ഞാൻ എന്താ പറഞ്ഞമ്മ? ഇത് ഞാൻ നേരത്തെ പറയാനിരുന്നതാ. സിനിമയൊന്നും നമുക്ക് പറ്റിയ പണിയല്ല. നീ ഓഫീസ് പണി മാത്രം ചെയ്യുന്നതാ നല്ലത്. രാവിലെ മുതൽ ജോലിക്ക് പോയിട്ട് രാത്രി വന്ന് എന്തിനാടാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഞാൻ അങ്ങനെ പറയുമെന്നാണ് നീ വിചാരിച്ചത്? തടസ്സപ്പെട്ട വഴിയെക്കുറിച്ച് സങ്കടപ്പെടാതെ പുതിയ വഴിയെക്കുറിച്ച് ആലോചിക്കുക. അത് മതി, അത് മാത്രം മതി ജീവിതത്തിൽ ജയിക്കാൻ. എന്താ, എവിടെയെങ്കിലും കേട്ടതുപോലെ തോന്നിയോ? നീ എഴുതിയത് തന്നെ, പക്ഷെ ഒരു വകയ്ക്കും കൊള്ളില്ല. നിന്റെ കഥയെല്ലാം കൊള്ളാം, പക്ഷെ ഡയലോഗ് വേറെ ആരെങ്കിലും കൊണ്ട് എഴുതിക്ക്. പിന്നൊരു കാര്യം കൂടി പറയാം. നിന്റെ അച്ഛനേക്കാൾ എനിക്ക് നിന്റെ വിശ്വാസമാണ്. വെളിയിൽ നിന്ന് കരഞ്ഞ് നാണം കിടണ്ട. പോയാ റൂമിൽ നിന്ന് കരഞ്ഞ് അടുത്ത പണി ചെയ്യാൻ നോക്ക് ഡയറക്ടർ സാറേ. Many people don't believe miracles. Miracles do happen. See, an ordinary bus conductor sharing a dais with the greatest living legends, it's a miracle. Miracles do happen. May I have the envelope, please? And the Oscar for Best Picture is presented to